മീർപൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ട്. ഗ്രാമത്തിൽ ജഗു എന്ന് പേരുള്ള ഒരു ഭിക്ഷക്കാരനുണ്ട്. ജഗുവിന് 2 കുട്ടികൾ, രാജു പിന്നെ മിനി. അച്ഛാ, നമ്മൾ പണ്ട് തൊട്ട് തന്നെ പാവപ്പെട്ടവരാണോ? ഇല്ല മോനെ, പണ്ടൊക്കെ നമ്മൾ പാവപ്പെട്ടവരല്ലായിരുന്നു. അതായത് എൻ്റെ അച്ഛൻ, നിന്റെ മുത്തശ്ശൻ ഒരു വലിയ പൈസക്കാരനായിരുന്നു. അദ്ദേഹത്തിന് കാട്ടിലൊരു പന്നീർ വീട് കിട്ടിയിരുന്നു. നിനക്കറിയോ, ആ വീട്ടില് എത്ര പന്നീർ എടുത്താലും എൻ്റെ അച്ഛൻ ആ മായ പന്നീർ വീട്ടിൽ നിന്ന് കുറെ പന്നീർ എടുത്തിട്ട് അടുത്തുള്ള ഗ്രാമത്തിലൊക്കെ വ്യാപാരം ചെയ്യുമായിരുന്നു. ആ പന്നീറിന്റെ വ്യാപാരമൊക്കെ ചെയ്തിട്ട് അദ്ദേഹം ഒരു വലിയ പൈസക്കാരനായിരുന്നു. പക്ഷേ ഒരു ദിവസം ആ ഗ്രാമത്തിന്റെ തലവനായ കബീർ സിംഗ് ആ മായ പന്നീർ വീടുള്ളതിന്റെ കഥ അറിഞ്ഞു കഴിഞ്ഞു. ഉപേന്ദ്ര, നിനക്ക് കാട്ടിലൊരു മായ പന്നീർ വീടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അതെ ചേട്ടാ, കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ പൈസക്കാരനാവാൻ പറ്റിയത്. പിന്നെ സ്വത്തുള്ള കാര്യത്തില് ഞാൻ നിന്നെക്കാട്ടും വലിയ പൈസക്കാരനാവും. ഈ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ കടകളിലും ഞാനാണ് പന്നീർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാമത്തിൽ ചുറ്റിയുള്ള എല്ലാ സാധനത്തിനും എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. നീ എൻ്റെ അടുത്ത് പറയാതെ മായ പന്നീർ കൊണ്ട് കുറെ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനുള്ള ശിക്ഷ നിനക്ക് തീർച്ചയായിട്ടും കിട്ടും. അയാൾ നമ്മളുടെ മുത്തശ്ശന്റെ അടുത്ത് നിന്ന് എല്ലാം എടുത്തു പറിച്ചെടുത്തു. പിന്നെ അദ്ദേഹത്തിനെ ഗ്രാമത്തെ വിട്ടും പുറത്താക്കി. പിന്നെ എൻ്റെ അച്ഛൻ ഈ ഗ്രാമം മുഴുവനാണ് ചുറ്റി വന്നത്. പക്ഷെ ആരും അദ്ദേഹത്തിന് ജോലി കൊടുത്തിട്ടേ ഇല്ല. പിന്നെ ഭിക്ഷ എടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഓട്ടിവെച്ചത്. അന്ന് തൊട്ടാണ് മക്കളെ നമ്മൾ പാവപ്പെട്ടവരായത്. അച്ഛാ, ആ മായ പന്നീർ വീട് ഇന്നും കാട്ടിൻ്റെ ഉള്ളിലാണുള്ളത്? ഇല്ല മോനെ, ആ മായ പന്നീറിന്റെ വീടിനെ പറ്റി എനിക്ക് ഒരു കാര്യം അറിയില്ല. ആ പഞ്ചായത്ത് തലവർ പന്നീർ വീട്ടിൽ പോയി പന്നീർ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ആ വീട് തന്നെ മറഞ്ഞു പോയോലെ. അന്ന് തൊട്ട് ആ പന്നീറിന്റെ കഥ ആർക്കും അറിയില്ലെന്നാ പറയുന്നത്. ചില സമയങ്ങളിൽ ജഗുവിന്റെ കുടുംബ അവസ്ഥ വളരെ മോശമാകും. അച്ഛാ, ഇന്ന് രാജുവിന് തീരെ സുഖമില്ല. ഞങ്ങൾ 2 ദിവസമായി 2 പേരും എന്തെങ്കിലും കഴിച്ചിട്ട്. കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരിച്ചാ? ശരി മോളെ, ഞാൻ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് ഭക്ഷണം കിട്ടുമെന്ന് ചോദിച്ചു നോക്കട്ടെ. അന്ന് ഗ്രാമത്തിൽ ജഗു എല്ലാ വീടുകളിലും കയറിയിറങ്ങി. പക്ഷെ അദ്ദേഹത്തിന് ആരും ഒന്നും നൽകിയില്ല. ജഗു ആ തലവന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അപ്പോഴാണ് ജഗുവിന് അവരുടെ വീട്ടിൽ നിന്നും നല്ല ചൂട് പുറട്ടയുടെ മണം വന്നത്. ചേട്ടാ, ഒന്ന് കതവ് തുറക്കാൻ പറ്റുമോ? ഞാനാണ് ജഗു വന്നിട്ടുണ്ട്. എന്റെ കുട്ടികൾ ഒന്നും കഴിച്ചിട്ടില്ല. അവർക്ക് കഴിക്കാൻ വല്ലത് ഭക്ഷണം തരാൻ പറ്റുമോ? ജഗു, നീ വീണ്ടും ഇങ്ങോട്ട് വന്നോ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോണം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരെ വിളിച്ചിട്ട് നിന്നെ ഈ ഗ്രാമത്ത് വിട്ട് തന്നെ പുറത്താക്കി കളയോ, മനസ്സിലായോ? നിന്നെ ഈ ഗ്രാമത്തിൽ തന്നെ വെച്ചത് തന്നെ വലിയ കാര്യമാണ്. മര്യാദയ്ക്ക് ആലോചിച്ചോളൂ. തലവൻ തന്റെ വീട്ടിൽ നിന്ന് ജോലിക്കാരെ അയക്കുന്നതിന് മുൻപ് ജഗു അവരുടെ വീട്ടിന്റെ ഒരു മൂലയിൽ ചെന്ന് ഒളിച്ചിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം തലവൻ തന്റെ വീടിനെ പൂട്ടിയിട്ട് തന്റെ ആളുകളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും എവിടേക്കോ പോയി. ജഗു ആലോചിച്ചു. എന്നിട്ട് തന്റെ കുട്ടികൾക്ക് വേണ്ടി മോഷ്ടിക്കാമെന്ന് തീരുമാനിച്ചു. മതില് കയറിയിറങ്ങി അദ്ദേഹം തലവന്റെ വീട്ടിനകത്തേക്ക് ചെന്നു. അദ്ദേഹം ഒരു 5-6 ബൊറട്ട മോഷ്ടിച്ചുകൊണ്ട് അവന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി. അന്ന് ആ ബൊറട്ട ജഗുവിന്റെ കുടുംബം വളരെ സന്തോഷത്തോടെ കഴിച്ചു. ഉച്ച സമയമായപ്പോൾ ഗ്രാമത്തിൽ ആരുമില്ലാത്ത സമയത്ത് ജഗുവും അവന്റെ കുട്ടികളും ഉറങ്ങുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആരോ ജഗുവിന്റെ വീട്ടിന്റെ കതക് പൊട്ടിച്ചു. ജഗുവും അവന്റെ കുട്ടികളും പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. വാതിൽക്കൽ തലവനും പിന്നെ അദ്ദേഹത്തിന്റെ ആളുകളും കയ്യിൽ കമ്പോടൊപ്പം നിൽപ്പുണ്ടായിരുന്നു. എടാ ജഗു, നിനക്ക് അഹങ്കാരം കൂടിയല്ലേ? നീ എന്റെ വീട്ടിൽ തന്നെ കേറി മോഷ്ടിക്കുമല്ലേ? നീ ചെയ്ത കാര്യങ്ങളൊക്കെ CCTVയിൽ ഞാൻ എല്ലാം കണ്ടോടാ കള്ള. എടാ, 2 പേരും ചേർന്ന ജഗുവിനെ അടിച്ച് പൊളിക്കടാ. ഇവര് 3 പേരെ ഈ ഗ്രാമത്തെ വിട്ട് പുറത്താക്കണം. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും തിരിച്ചു. തലവന്റെ ആളുകൾ ജഗുവിനെ വളരെ മോശമായി അടിക്കാൻ തുടങ്ങി. രാജുവിനും എനിക്കും തന്റെ അച്ഛൻ ഇങ്ങനെ അടി വാങ്ങിക്കുന്നത് കാണാൻ സഹിച്ചില്ല. 2 പേരും അവരവരുടെ കയ്യിലുള്ള ആയുധമെടുത്തു. തലവന്റെ ആളുകളുടെ തലയിൽ അതിൽ കല്ല് വെച്ച് അടിച്ചു. 2 പേരും അവരുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ടിരുന്നു. അയ്യോ, യുവമാര് നമ്മളെ അടിച്ചല്ലോ. അച്ഛാ, വേഗം വരൂ, നമുക്ക് ഓടിപ്പോവാം. അതിനുശേഷം അവർ 3 പേരും കാടിനെ നോക്കി ഓടി. തലവന്റെ 2 ആളുകളും അവരുടെ പിന്നാലെ ഓടി. എടാ ജഗു, നീ ഏതുവരെ ഓടും നമുക്ക് നോക്കാം.
നിന്റെ മക്കളെ ഞാൻ വെറുതെ വിടില്ല. തലവന്റെ ആളുകൾ രണ്ടുപേരും അടികൊണ്ട സിംഹത്തെ പോലെ അവരെ വിരട്ടിക്കൊണ്ടുപോയി. അവസാനം നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിപ്പോയില്ല അച്ഛാ. ഇനി എന്തു ചെയ്യാനാ? ജഗു എന്തു കരുതിയെന്നാൽ താനും തന്റെ മക്കളും കുടുങ്ങിയത് തന്നെ എന്ന് കരുതി. അപ്പോഴാണ് ജഗുവും അദ്ദേഹത്തിന്റെ കുട്ടികളും അവിടെ ഉണ്ടായിരുന്ന പന്നീർ വീട് കണ്ടത്. 3 പേരും ആ പന്നീർ വീടിനകത്തേക്ക് ചെന്നു. തലവന്റെ ആളുകൾ രണ്ടുപേരും ആ പന്നീർ വീട്ടിനകത്തേക്ക് പോകുന്നതിന് മുൻപേ ആ പന്നീർ വീട് മാഞ്ഞുപോയി. പന്നീർ വീട്ടിലേക്ക് ഞാൻ നിങ്ങളെ അയക്കുന്നു. ഈ മായ പന്നീർ വീട്ടിൽ നിങ്ങൾക്ക് എത്ര പന്നീർ ആവശ്യമോ നിങ്ങൾ എടുത്തിട്ട് പോവാം. എടാ പന്നീരേ, നീയാണോ പഴയ പന്നീരാണോ? എന്റെ അച്ഛന് കിട്ടിയ ആ പഴയ വീടാണോ? ഞാനാണത്. ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് മുമ്പേ പറഞ്ഞതാണ്, എന്നെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കാശൊക്കെ നീ പുറത്ത് കാണിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ എന്നെ പറ്റി ആർക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും മറഞ്ഞു പോവും. പക്ഷേ ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് അച്ഛൻ കേട്ടില്ല. അവസാനം ആ ഗൂർത്തലവനെ അറിഞ്ഞു പോയി. വേറെ വഴിയില്ലാതെ ഞാനും അറിഞ്ഞുപോയി. നിന്റെ അച്ഛൻ ചെയ്ത അതേ തെറ്റ് തന്നെ ദയവായിട്ട് നീയും ചെയ്യാൻ പാടില്ല. ചെയ്യില്ല, തീർച്ചയായിട്ടും അതുപോലെ തെറ്റ് ഞാൻ ചെയ്യേയില്ല. പിന്നെ നിന്നെ പറ്റി ഞാൻ ആരെടുത്തും പറയുകയില്ല. ഒരു പക്ഷേ ഞാൻ പറയാതെ തന്നെ നിന്നെ പറ്റി ആർക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് നീ തന്നെ പറയണം. അതിനെപ്പറ്റി നീ ഒന്നും വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആദ്യം ജഗുവും അദ്ദേഹത്തിന്റെ കുട്ടികളും വയറു നിറയെ പന്നീർ കഴിച്ചു. പനീർ നല്ല രുചിയുണ്ട് അച്ഛാ. അത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വെനില ഫ്ലേവർ പാലിലിട്ട് കഴിക്കുന്നത് പോലെ ഉണ്ട് അച്ഛാ. കുട്ടികളെ, നാളെ തൊട്ട് നമുക്ക് പന്നീർ വിൽക്കാം. പക്ഷേ നമ്മൾ കണ്ണും മൂടി വെക്കുന്ന പോലെ വില വെക്കാൻ പാടില്ല. നമുക്ക് എത്ര ആവശ്യമാണോ അത്രയേ നമ്മൾ വിൽക്കാൻ പാടുള്ളൂ. മറുവശത്ത് തലവൻ ദേഷ്യം പിടിച്ചിരിക്കുകയായിരുന്നു. എടാ, നിങ്ങൾ 2 പേര് എന്റെ പേര് നാണം കെടുത്തിയല്ലോ. 2 അടിയും കിട്ടിയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് അവര് 3 പേരും കാട്ടു പോയിട്ട് കാണാതായി പോയിന്ന്. ഇപ്പൊ ഞാൻ രംഗേനെയും മുന്നേനെയും അയക്കേണ്ടി വരും തോന്നുന്നല്ലോ. തലവൻ തന്റെ ആളുകളെ കാട്ടിനു പുറത്തായി കാവലിനായി നിർത്തി. തലവന്റെ ആളുകൾ നോക്കി, അതായത് ജഗു, രാജു പിന്നെ മിനി 3 പേരും പന്നീർ എടുത്തുകൊണ്ട് മാർക്കറ്റിലേക്ക് വിൽക്കാൻ പോകുന്നു. അവരിക്കാര്യം തലവനോട് ചെന്ന് പറഞ്ഞു. പോയ പ്രാവശ്യം ആ പന്നീർ വീട് എങ്ങനെയാണ് കാണാതെ പോയെന്ന് അറിയില്ല. ഈ പ്രാവശ്യം എന്തായാലും ശരി, അതെനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അടുത്ത ദിവസം ജഗുവിന്റെ കുടുംബം കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ തലവൻ അവരെ പിടികൂടി. എന്നിട്ട് 3 പേരുടെ കൈകളും കെട്ടിയിട്ടു. ഇപ്പോൾ നിങ്ങൾ ആരും മിണ്ടാതെ എന്നെ ആ പന്നീർ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാതെ പോലെ ഞാൻ അതങ്ങ് മാറ്റിക്കാളിയും, മനസ്സിലായോ? ജഗു, രാജു പിന്നെ മിനി തലവനെ മണിക്കൂറോളം ചുറ്റിക്കറങ്ങാൻ വെച്ചു. പക്ഷെ ആ പന്നീർ വീടുള്ള സ്ഥലത്തേക്ക് അവർ പോയതേയില്ല. ജഗു, കൊറേ നേരമായി നീ എന്റെ അടുത്ത് കളിക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എടാ, ഈ 2 കുട്ടികളെ എടുത്ത് കുളത്തിലേക്ക് അങ്ങ് പോയി ഇട്ടേക്ക്. ഇല്ല, വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ നിങ്ങളെടുത്ത് കൊണ്ടുപോയി തരാം. അവസാനം ജഗു തലവനെ പന്നീർ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇതാണോ ആ പന്നീർ വീട്? എടാ മണ്ടന്മാരെ, ആ 3 പേര് മരത്തിൽ കെട്ടിവെക്ക്. ഞാൻ പന്നീർ വീട്ടിലേക്ക് പോയിട്ട് ചുറ്റി കാണാൻ പോവുകയാണ്. 3 പേരും അകത്തേക്ക് പോയതും തന്നെ ഒരുപാട് പന്നീർ അവരുടെ മേലിൽ വന്ന് വീണു. തലവനും അദ്ദേഹത്തിന്റെ ആളുകളും ആ പന്നീരിന്റെ അടിയിൽ ചെന്ന് കുടുങ്ങി. അയ്യോ, ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. അയ്യോ, ആരെങ്കിലും രക്ഷിക്കൂ. ഞാൻ ചത്തുപോകും തോന്നുന്നു, ശ്വാസം വിടാൻ പറ്റുന്നില്ല. എടാ താടിക്കാര, ഞാൻ പറയുന്നത് കേൾക്ക്. ഇനി ജഗ്ഗുവിന്റെ കുടുംബത്തിന് നീ ഒന്നും ചെയ്യില്ലെന്ന് പറയൂ. ഇനി മര്യാദയ്ക്ക് നീ എന്നെ തേടിയിട്ട് വരാനേ പാടില്ല. ശരി ശരി, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. ഇനി ജഗ്ഗുവിന്റെ കുടുംബം മാത്രമല്ല, ഗ്രാമത്തിലുള്ള ആരും ഞാൻ ശല്യം ചെയ്യില്ല. എന്നെ വിട്ടേക്ക്. പിന്നീട് തലവന്റെ പുറത്തുണ്ടായിരുന്ന ആ പന്നീർ കാണാതെ പോയി. തലവനും അവന്റെ ആളുകളും ജഗു, മിനി, രാജുവിനെ കെട്ടിയിട്ടിരുന്നത് അഴിച്ചുവിട്ടു. പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടി. ഒരിക്കൽ ദക്ഷിണ ഭാരതത്തിലെ ഒരു ഗ്രാമത്തിലാണ് സരസ്വതി തന്റെ മകനായ ചിന്മയനോടൊപ്പം താമസിച്ചിരുന്നത്. സരസ്വതിയുടെ ഭർത്താവ് മരിച്ചിട്ട് 10 വർഷമായിരുന്നു. അവർ ഗ്രാമത്തിലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്താണ് സ്വന്തം കുടുംബം നോക്കിയിരുന്നത്. ഇപ്പോ ചിന്മയന് 15 വയസ്സ് പ്രായമായിരിക്കുന്നു. അമ്മേ, ഞാനൊരു ജോലി കണ്ടുപിടിച്ചിട്ടുണ്ട്.
എന്ത് ജോലി? മരം മുറിക്കുന്ന ജോലിയാണമ്മേ. പക്ഷേ മോനെ, അതിനുവേണ്ടി നിനക്ക് കാട്ടിലേക്ക് പോയിണ്ട് വരില്ലേ? അതെ അമ്മേ. കാട്ടിൽ ഒരുപാട് ക്രൂരമൃഗങ്ങൾ ഉണ്ടാകും മോനെ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ എനിക്ക് പിന്നെ ആരാ ഉള്ളത്? അമ്മ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ. അമ്മ പേടിക്കാതിരിക്കേ. എന്റെ ഒപ്പം ഒരുപാട് പേര് കാട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നെ എന്റെ കയ്യിൽ നോക്കൂ, എത്ര നല്ല കോടാലിയാണെന്ന്. ഒരു കാട്ടുജീവികളും എന്റെ അടുത്ത് പോലും വരില്ല. നീ നന്നായി സൂക്ഷിക്കണേ മോനെ. അതെ അമ്മേ, അമ്മ വിഷമിക്കാതിരിക്കൂ. അടുത്ത ദിവസം ചിന്മയ് മറ്റു മരം മുറിക്കുന്നവരോടൊപ്പം കാട്ടിലേക്ക് പോയി. അവരവന് മരം മുറിക്കേണ്ട വിധം പഠിപ്പിച്ചു കൊടുത്തു. അവനാകട്ടെ അത് വേഗം പഠിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. മഴക്കാലത്തൊരു ദിവസം ചിന്മയ് ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോയി. അവൻ നോക്കിയപ്പോ എല്ലാ മരങ്ങളും നന്നായിട്ട് നനഞ്ഞു കുതിർന്നിരിക്കുകയായിരുന്നു. ഇതെല്ലാം നനഞ്ഞിരിക്കുകയാണല്ലോ, കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. ചിന്മയ് നടന്ന് നടന്ന് ഉൾക്കാട്ടിലെത്തി. അപ്പോൾ പെട്ടെന്ന് അവനൊരു പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കാനിടയായി. അവൻ ആ ശബ്ദത്തെ പിന്തുടർന്ന് ഒരു വള്ളിപ്പടർപ്പിനടുത്തെത്തി. അവിടെ അവൻ ഒരു പെൺകുട്ടി കുടുങ്ങിക്കിടക്കുന്നതും അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതും കണ്ടു. അയ്യയ്യോ, ഇതെന്താ ഇത്? നീ എങ്ങനെ ഇവിടെ പെട്ടുപോയത്? ചിന്മയ് ആ പെൺകുട്ടിയുടെ കൈപിടിച്ച് വലിച്ചതും അവൾക്ക് 2 ചിറകുകൾ ഉണ്ടെന്നവന് മനസ്സിലായി. ഇതെന്താ, നിനക്ക് ചിറകുകളോ? അതെ, ഞാനൊരു മാലാഖിയ. ആദ്യമായി ഭൂമി ചുറ്റിക്കാണാൻ വേണ്ടി വന്നതാ. രാത്രിയുടെ ഇരുട്ടിൽ ഒരു സിംഹം എന്റെ പിറകെ കൂടി. ഞാൻ വല്ലാണ്ട് പേടിച്ചോടാൻ തുടങ്ങി. അങ്ങനെയാ ഇവിടെ എത്തിയത്. ആ സിംഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഇവിടെ ഞാൻ ശരിക്കും കുടുങ്ങിപ്പോയി. എന്റെ ചിറകിനും മുറിവ് പറ്റി. കണ്ടില്ലേ? ചിന്മയ് കോടാലി ഉപയോഗിച്ച് ആ വള്ളിപ്പടർപ്പുകൾ മുറിച്ചിട്ടു. അങ്ങനെ ആ മാലാഖയെ അവൻ രക്ഷിച്ചു. നന്ദിയുണ്ട്, നീ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ. നിനക്ക് വളരെ വളരെ നന്ദി. ഇനി നീ എന്റെ ഒപ്പം വീട്ടിലേക്ക് വരൂ. നിനക്കാകെ മുറിവേറ്റിരിക്കുക. നിനക്കിപ്പോ പറക്കാനും പറ്റില്ലല്ലോ. പിന്നെ നീ കാട്ടിൽ ഒറ്റയ്ക്കാവുകയാണെങ്കിൽ ഏതെങ്കിലും കാട്ടുമൃഗത്തിന്റെ ഇരയാവുകയും ചെയ്യും. നീ എന്റെ ഒപ്പം പോര്. നീ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ നിന്റെ ഈ ചിറകുകൾ മനുഷ്യന്മാരാരെങ്കിലും കാണുകയാണെങ്കിലോ? ആർക്കും കാണാൻ പറ്റില്ല. ആ മാലാഖ ഒരു മന്ത്രം ജപിച്ചതും അവൾ ഒരു സാധാരണ പെൺകുട്ടിയായി മാറി. ഇനി പോകാം. ചിന്മയ ആ മാലാഖയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലെത്തിയതും അവൻ അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അമ്മയും മാലാഖയ്ക്ക് സുഖമാവുന്നതുവരെ നമുക്ക് അവൾ ഇവിടെ താമസിപ്പിക്കണം. ശരിയാ മോനെ, നീ വൈദ്യന്റെ അടുത്ത് പോയി മരുന്ന് വാങ്ങിട്ട് വരൂ. വേണ്ട വേണ്ട, മരുന്നിന്റെ ഒന്നും ആവശ്യമില്ല. മാലാഖമാർക്ക് മുറിവ് തനിയെ ഉണങ്ങാറാ പതിവ്. ഞങ്ങൾക്ക് വിശ്രമവും ഭക്ഷണവും മാത്രം മതി അമ്മേ. ശരി മോളെ, നീ എന്തായാലും വിശ്രമിച്ചു. ഞാൻ എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കട്ടെ. മാലാഖ ഉറങ്ങാൻ വേണ്ടി കിടന്നു. ചിന്മയും അമ്മയും വീടിന് പുറത്തേക്ക് വന്നു. ഈ മാലാഖ നമ്മുടെ വിരുന്നുകാരിയാ. നമ്മൾ അവൾക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതെ അമ്മേ. മോനെ, നമ്മുടെ കയ്യിൽ കാശൊന്നുമില്ല. എങ്കിലും നമ്മുടെ മുറ്റത്ത് മുരിങ്ങ കായ്ച്ചു നിൽപ്പുണ്ട്. കുറച്ചു ദിവസം കഴിഞ്ഞ് നിന്റെ പിറന്നാളിന് എടുക്കാൻ വേണ്ടി കാത്തുവെച്ചതാ. സാരമില്ല, അത് നമുക്ക് ഈ മാലാഖയ്ക്ക് കൊടുക്കാം. അതെ അമ്മേ, അമ്മ പറയുന്നത് പോലെ തന്നെ ചെയ്യാം. അവരുടെ സംസാരം ആ മാലാഖ കേൾക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് പോയ ഉടനെ മാലാഖ മുരിങ്ങ മരത്തിൽ തന്റെ മന്ത്രം പ്രയോഗിച്ചു. സരസ്വതി മുരിങ്ങക്കായ കൊണ്ട് നല്ല സാമ്പാർ ഉണ്ടാക്കി. പിന്നീടത് ചോറിനൊപ്പം ആ മാലാഖയ്ക്ക് വിളമ്പിക്കൊടുത്തു. നല്ല രുചിയുണ്ട്. ആ, ഈ മുരിങ്ങ വീട്ടിൽ നട്ടു വളർത്തി ഉണ്ടാക്കിയതാ ഞാൻ. എനിക്കറിയാം അമ്മേ. മാലാഖ ഭക്ഷണം കഴിച്ചു. അതോടെ അവളുടെ ശക്തികളെല്ലാം തിരികെ കിട്ടി. അങ്ങനെ അവൾ സ്വയം തന്റെ മുറിവുകൾ സുഖപ്പെടുത്തി. എന്റെ മുറിവൊക്കെ ഉണങ്ങി. ഇനി ഞാൻ മാലാഖമാരുടെ നാട്ടിലേക്ക് പോട്ടെ. നിങ്ങൾ രണ്ടുപേരും എന്നെ വളരെയധികം സഹായിച്ചു. നന്ദിയുണ്ട്. ഇത് ഞങ്ങളുടെ കടമയല്ലേ മോളെ? അമ്മേ, ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം നൽകിയ പോന്നേ. അത് നിങ്ങൾ ദയവായി സ്വീകരിക്കണം. ഞാൻ നമ്മുടെ മുരിങ്ങ മരത്തിൽ ഒരു മന്ത്രം ചൊല്ലി വച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോ തവണ മുരിങ്ങക്കായ് പറിച്ചെടുക്കുമ്പോഴും പുതിയ ഒരെണ്ണം മുളച്ചു വരും. ഇനി എത്ര വേണേലും സാമ്പാർ ഉണ്ടാക്കി കഴിക്കാം. നന്ദിയുണ്ട് ചിന്മയ്, നീ വളരെ നല്ലൊരു കുട്ടിയാണ്. മാലാഖ പറന്ന് അവളുടെ ലോകത്തേക്ക് പോയി. സരസ്വതിയും ചിന്മയും പുറത്തേക്ക് വന്നു. അവർ ഒരു മുരിങ്ങാക്കായ പറിച്ചെടുത്തു. അവിടെ അപ്പോൾ തന്നെ പുതിയ മുരിങ്ങാക്കായ ഉണ്ടായി വന്നു. ഇത് കണ്ടവർക്ക് വലിയ സന്തോഷമായി. ഇനി നമുക്ക് ഇഷ്ടം പോലെ സാമ്പാർ ഉണ്ടാക്കി കഴിക്കാം ചിന്മയ്. അമ്മേ, സാമ്പാർ ഉണ്ടാക്കിയിട്ട് നമുക്കത് വിൽക്കുകയും ചെയ്യാം. ഹാ,
ചിന്മയും അമ്മയും ചേർന്ന് ധാരാളം മുരിങ്ങാക്കായകൾ പറിച്ചെടുത്തു. അതുപയോഗിച്ച് അവർ ധാരാളം സാമ്പാറും ഉണ്ടാക്കി. ഒപ്പം തന്നെ ധാരാളം ചോറും ഉണ്ടാക്കി. അമ്മേ, ഞാൻ ഈ സാമ്പാറും ചോറും വിറ്റിട്ട് വരട്ടെ. സാമ്പാറിന്റെയും ചോറിന്റെയും പാത്രങ്ങളുമായി ചിന്മയി ചന്തയിലേക്ക് പുറപ്പെട്ടു. സാമ്പാറും ചോറും കഴിച്ചവർക്കെല്ലാം അത് ഇഷ്ടപ്പെടുകയും അവർ പണം നൽകുകയും ചെയ്തു. അന്നു മുതൽ സരസ്വതി മാന്ത്രിക മുരിങ്ങാക്കായകൾ പറിച്ചെടുത്ത് അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കുകയും ചിന്മയ് ആ സാമ്പാർ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തു പോന്നു. മാന്ത്രിക മുരിങ്ങാക്കായ കൊണ്ടുള്ള സാമ്പാർ ഉപയോഗിച്ച് ചിന്മയിന്റെയും സരസ്വതിയുടെയും ജീവിതം മെച്ചപ്പെട്ടു. അന്നു മുതൽ സരസ്വതി മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യാതെയായി. ചിന്മയാണെങ്കിലോ കാട്ടിൽ പോകുന്ന ജോലിയും നിർത്തി. ഇപ്പോൾ അവർ സാമ്പാറും ചോറും വിറ്റ് ജീവിതം പുലർത്തുന്നു. ദമാദംപൂർ എന്നൊരു ഗ്രാമത്തിൽ കേതൻ തന്റെ ഭാര്യ രേഖയോടൊപ്പം ജീവിച്ചിരുന്നു. കേതൻ തന്റെ മകൻ പ്രണീതിനോടൊപ്പം സമൂസ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നു. കേതന്റെ ഈ സമൂസക്കടയുടെ നേരെ എതിർവശത്തായി അദ്ദേഹത്തിന്റെ ചെറുപ്പകാല ഫ്രണ്ട് മുന്നയുടെ കുല്ലഡ് ചായയുടെ കടയുണ്ടായിരുന്നു. കേതൻ എപ്പോഴും മുന്നയെ കാണാൻ വേണ്ടി പോകുമായിരുന്നു. എന്താടോ മുന്ന, ഇന്ന് തന്റെ കട വളരെ ലേറ്റായാണല്ലോ തുറന്നത്. അതുകൊണ്ടാണ് രേഖയുടെ കൈകൊണ്ട് കുടിക്കാൻ കൊള്ളാത്ത ചായ ഞാൻ കുടിച്ചിട്ട് വന്നത്. എന്നോട് ക്ഷമിക്കടോ, എനിക്ക് കുറച്ച് വയ്യായിരുന്നു. അതുകൊണ്ടാ ഞാൻ കട കുറച്ച് ലേറ്റായി തുറന്നത്. അതിന് ഡോക്ടറിനെ കാണിക്കണ്ടേ? താൻ മരുന്ന് വാങ്ങിയോ? ഇന്ന് പോയി റെസ്റ്റ് എടുക്കടോ. ശരീരമാ നമ്മുടെ സ്വത്ത്. ഞാൻ മരുന്ന് വാങ്ങി. നിങ്ങളുടെ കടയിൽ ഇന്ന് കസ്റ്റമേഴ്സേ ഇല്ലെന്ന് തോന്നുന്നല്ലോ. എങ്ങനെ വരാനാ? ഇന്ന് പ്രണീത് ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയിരിക്കുക. കടയിൽ സമൂസ അവനാ ഉണ്ടാക്കുന്നത്. പ്രണീത് വന്നതിന് ശേഷം കടയിൽ സമൂസയൊക്കെ ഉണ്ടാക്കി അവനാ വിൽക്കുന്നത്. അതേസമയം അവിടേക്ക് പ്രണീതും വന്നു. മുന്നാങ്കിൾ, ഒരു ചായ തരൂ, വേഗം തരൂ. കടയിൽ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ പോകേണ്ടതാ. ഒരു കാര്യം ചെയ്യും, നീ പോയി സമൂസ ഉണ്ടാക്കാൻ തുടങ്ങ്. ഞാൻ നിന്റെ കടയിലേക്ക് കൊണ്ടുവന്ന് ചായ തരാം. അതാ അതിന്റെ ശരി. നീ പോ മോനെ, ഞാൻ ചായ വാങ്ങി വരാം. പ്രണീത് പോയതിനു ശേഷം മുന്ന കേതനോട് ഇങ്ങനെ പറഞ്ഞു. നിന്റെ മകൻ നന്നായി അധ്വാനിക്കുന്നുണ്ട്. ദിവസം മുഴുവനും ജോലി ചെയ്യുന്നു. ആഹാ, കൊള്ളാം കൊള്ളാം. അത് എനിക്ക് നന്നായി അറിയാമടോ. 2 ചായതാ, ഞാൻ കൊണ്ടുപോകാം. നിന്നെ വൈകുന്നേരം കാണാം. അപ്പോൾ നമുക്ക് സംസാരിക്കാം. പ്രണീത് തന്റെ സമൂസ കടയിൽ പകലും രാത്രിയുമായി അധ്വാനിച്ചുകൊണ്ടേയിരുന്നു. ദിവസം മുഴുവനും സമൂസയുണ്ടാക്കി അതെല്ലാം വിറ്റ് തീർക്കുന്ന ജോലികൾ ചെയ്തിരുന്നു. എന്നാൽ പ്രണീതിന്റെ ഫ്രണ്ട് മംഗളു അവനെ കണ്ട് എപ്പോഴും അസൂയപ്പെടുമായിരുന്നു. പ്രണീതിന്റെ സമൂസ കടയുടെ അടുത്ത് എപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ മംഗളുവിന്റെ സ്വീറ്റ് കടയിലോ ഒരിക്കലും ആള് കാണില്ലായിരുന്നു. മോനെ മംഗളു, നീ എവിടെയാ? ഇവിടെ നോക്ക്, പ്രണീത് നിനക്ക് വേണ്ടി സമൂസ അയച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാ വന്നത്. ഇതിലിപ്പോൾ പ്രശ്നം എന്താണ്? ഞാൻ പോയി കണ്ടിട്ട് വരാം. മംഗളു നേരെ പ്രണീതിന്റെ കടയിലേക്ക് പോയി. എന്താ, കച്ചവടമൊക്കെ നന്നായി നടക്കുന്നെന്ന് തോന്നുന്നു. ഫ്രീ ആയിട്ട് സമൂസ എല്ലാം കൊടുക്കുന്നു. എടോ, അങ്ങനെയൊന്നും ഇല്ലടോ. ഇന്ന് സമൂസ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാ കൊടുക്കാമെന്ന് വെച്ചത്. എനിക്കെല്ലാം അറിയാം. ഇതെല്ലാം നീ മനഃപൂർവ്വം ചെയ്യുന്നതാ, എന്നെ അപമാനിക്കാൻ വേണ്ടി. നിന്റെ സമൂസ കട എന്റെ സ്വീറ്റ്സ് കടയെക്കാളിലും വളരെ നന്നായി മുൻപോട്ട് പോകുന്നല്ലോ. അതുകൊണ്ട്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതാ. വെറുതെ ഇരിക്ക്, നിന്റെ ജോലി നോക്ക് പോ. മംഗളു പ്രണീതിന്റെ കടയിലേക്ക് പോയി അവനോട് വഴക്കുണ്ടാക്കി അവിടെ നിന്നും പുറപ്പെട്ടു പോയി. പിന്നെ പാർക്കിൽ പോയിരുന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഈ പ്രണീതിന്റെ വിചാരം അവൻ ആരാണെന്നോ? അവൻ സമൂസ നന്നായിട്ടുണ്ടാക്കുന്നുണ്ട്. ആ സമൂസയേക്കാൾ രുചി എന്റെ സ്വീറ്റ്സിനുണ്ടല്ലോ. അവൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മംഗളു ഇങ്ങനെ തന്റെ മനസ്സിനുള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്തിലേക്ക് ഗോലു വന്നു. അയാൾ ആ ഗ്രാമത്തിലെ ഒരു മോഷ്ടാവായിരുന്നു. അയാൾ ജയിലിൽ നിന്ന് കുറച്ചു ദിവസം മുൻപെയാണ് റിലീസായത്. ഗോലിച്ചേട്ടാ, ജയിലിൽ നിന്ന് എപ്പോൾ വന്നു? ഈ സ്ഥലത്തിൽ വന്ന് നിങ്ങൾ എന്ത് ചെയ്യുവാ? കഴിഞ്ഞ മാസമാ ഞാൻ പുറത്തിറങ്ങിയത്. ഇനി ഞാൻ മോഷ്ടിക്കുകയില്ലടോ. ഒരു നല്ല മനുഷ്യനായി ജീവിച്ചോളാം. നല്ല മനുഷ്യനായാൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. താൻ നല്ല വിഷമത്തിലാണല്ലോ, എന്ത് പറ്റി? മംഗളു ഗോലുവിനോട് തന്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഗോലുവും ഇങ്ങനെ പറഞ്ഞു. ആഹാ, അത്രയേ ഉള്ളോ? താൻ പോയ സമൂസയിൽ എന്തെങ്കിലും കലർത്തിയിട്ട് പാടോ. ഒരു കാര്യം ചെയ്യ്, ആ സമൂസയിൽ വയറിളകുന്ന മരുന്നൊഴിക്ക്. അതിനുശേഷം ഈ ഗ്രാമം മുഴുവനും അയാളുടെ സമൂസ കഴിച്ച് നേരെ പറമ്പിലേക്ക് ഓടും.
അപ്പോൾ അയാളുടെ കഥ തന്നെ മാറിക്കോളും. എന്നാൽ ഒരുപാടങ്ങ് ആകരുത്. ഞാൻ തനിക്ക് ഐഡിയ തന്നല്ലോ, ബാക്കിയൊക്കെ താൻ തന്നെ നോക്ക്. ഗോലു പറയുന്നതും ശരിയാണ്. അവന്റെ സമൂസയിൽ ഞാൻ മരുന്ന് കലക്കി അവന്റെ കട ഞാൻ നശിപ്പിക്കാൻ പോകുക. മംഗളു വീട്ടിലേക്ക് പോയി രാത്രി മുഴുവനും ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു. പിന്നെ ഗോലുവിന്റെ കയ്യിൽ കുറച്ച് പണം കൊടുത്ത് പ്രണീതിന്റെ സമൂസയിൽ എന്തോ ഒരു മരുന്ന് കലക്കാൻ വേണ്ടി പറഞ്ഞു. ഇന്ന് കുപ്പിയെടുക്കാനുള്ള പണം എനിക്ക് കിട്ടി. ഇവന്റെ സമൂസയിൽ മരുന്നൊഴിച്ചിട്ട് വൈകുന്നേരം വയറുമുട്ട കുടിച്ചിട്ട് ഞങ്ങളൊന്ന് ഉറങ്ങാൻ പോകുക. ഇതൊക്കെയാണ് ജീവിതം. ഇങ്ങനെ തന്നെ പോകട്ടെ. വളരെ നന്നായി. ഗോലു പ്രണീതിന്റെ കടയിലേക്ക് പോയി ആ സമൂസയിലെല്ലാം മരുന്ന് കലർത്തി. അന്നോ സമൂസയും ഒരുപാട് വിറ്റുപോയി. ഒരുപാട് ദൂരെ നിന്നും ആൾക്കാർ വന്ന് മരുന്ന് കലർത്തിയ സമൂസ വാങ്ങിക്കൊണ്ടുപോയി. കണ്ടോ അമ്മേ, ഇന്ന് സമൂസ ഒരുപാട് വിറ്റുപോയി. ദൈവം ഇങ്ങനെ തന്നെ കച്ചവടം തന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ അവരുടെ വീട്ടിലേക്ക് വയറ്റിൽ കൈവച്ചുകൊണ്ട് വന്നു. താൻ സമൂസയിൽ എന്താണോ കലർത്തിയത്? എന്റെ വീട്ടിലെ വെള്ളം മുഴുവനും തീർന്നടോ. ഇപ്പോൾ ഞങ്ങൾ ഇലയാ ഉപയോഗിക്കുന്നത്. നിന്റെ സമൂസ ഇപ്പോൾ വളരെ മോശമാണ്. എന്റെ കുടുംബത്തിലുള്ളവർ ബാത്റൂമിൽ കയറി കയറി ക്ഷീണിച്ചു പോയി. നീ എന്താടാ സമൂസയിൽ കലർത്തിയത്? ഞാൻ ഒന്നാമത് എല്ല് പോലെ പറമ്പിലേക്ക് ഓടി ഓടി വീണ്ടും എല്ലുകോലിയായി. മരുന്ന് കലർത്തിയ സമൂസ കഴിച്ചതുകൊണ്ട് ഗ്രാമജനങ്ങൾക്ക് എല്ലാവർക്കും ലൂസ് മോഷനായി. അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ അന്നു മുതൽ പ്രണീതിന്റെ കടയിൽ ആൾക്കാർ വന്നതേയില്ല. ഇനി തന്റെ കടയിലേക്ക് ആരും വരില്ലടോ. എല്ലാവരും സ്വീറ്റ്സ് കഴിക്കൂ, സമൂസ കഴിക്കുകയേയില്ല. പ്രണീതിന്റെ കട നന്നായി മുൻപോട്ട് പോകാത്തത് കൊണ്ട് മംഗളുവിന്റെ സ്വീറ്റ് കട വളരെ നന്നായി മുൻപോട്ട് പോയി. ഇതിൽ പ്രണീത് ഒരുപാട് വിഷമത്തിലായി മുൻപിലുള്ള മുന്നയുടെ ചായക്കടയിലേക്ക് പോയി. എന്തു പറയാനാ മുന്നാങ്കിൾ, എല്ലാം വളരെ നന്നായി മുൻപോട്ട് പോയിരുന്നു. എന്നാൽ ഇന്ന് നോക്കൂ. മോനെ, ബുദ്ധിമുട്ടാകുമ്പോൾ വരും പോകും. അതിനൊക്കെ വിഷമിച്ചിരുന്നാൽ എങ്ങനെയാ? അദ്ദേഹം പറഞ്ഞ സാധാരണ ജീവിതവും പിന്നെ ഉയർന്ന ചിന്താഗതികളും കേട്ടതും പ്രണീത് ആ സ്ഥലത്തിലേക്ക് തന്റെ അച്ഛനെയും കൂട്ടിക്കൊണ്ടുവന്നു. അച്ഛാ, ഇവിടെ വരൂ. നമ്മുടെ കട രക്ഷിക്കാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ മോനെ? താങ്കൾ കിച്ചടി നന്നായി ഉണ്ടാക്കാറില്ലേ? നമുക്ക് എന്തുകൊണ്ട് കിച്ചടി വ്യാപാരം ചെയ്തുകൂടാ? ഇതിലൂടെ ആർക്കൊക്കെ വയറിന് പ്രോബ്ലം ഉണ്ടോ അതും ശരിയാക്കാമല്ലോ. അവർക്ക് ലൈറ്റ് ഫുഡും കഴിക്കാൻ കിട്ടും. നമ്മുടെ കച്ചവടവും നന്നായി മുൻപോട്ട് പോകും. എല്ലാം ശരിയാകും. ആഹാ, കൊള്ളാമല്ലോ. നീ ഒരു നല്ല ഐഡിയ തന്നെയാ പറഞ്ഞത്. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. എനിക്കും ഇതിൽ പങ്കെടുക്കാമോടോ? നമുക്ക് തണുത്ത കിച്ചടിയെ വിൽക്കാം. എടോ മുന്നാ, താൻ ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോടോ? താൻ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൊല്ലഡ് കിച്ചടി വിൽക്കാൻ ഉറപ്പായും വരാമടോ. കേതനും മുന്നയും പിന്നെ പ്രണീതും അന്ന് തന്നെ അവരുടെ കൊല്ലഡ് കിച്ചടി കട തുടങ്ങി വെച്ചു. അങ്ങനെ കേതൻ കിച്ചടി ഉണ്ടാക്കി അത് പ്രണീതിന് കൊടുത്തു. പ്രണീതും ആ കിച്ചടി കൊല്ലടിൽ വെച്ച് അത് വിൽക്കാനും തുടങ്ങി. വരൂ വരൂ, കൊല്ലഡ് കിച്ചടി കഴിക്കൂ. ആർക്കൊക്കെ വയറിന് പ്രശ്നമുണ്ടോ ഇവിടേക്ക് വരൂ. ഇത് കഴിച്ചിട്ട് പോകൂ. ആദ്യ ദിവസം എല്ലാം ഫ്രീ ആണ്. അതെ അതെ, ആദ്യ ദിവസം ഫ്രീ ആയി കൊടുത്ത് നീ നല്ല കാര്യം ചെയ്തു. ഇന്നുകൊണ്ട് എല്ലാ പ്രശ്നവും തീർന്നാൽ നാളെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെയും കിട്ടും. ആദ്യ ദിവസം തന്നെ കൊല്ലഡ് കിച്ചടി നന്നായി വിറ്റുപോയി. ഒരുപാട് കസ്റ്റമേഴ്സ് അവരുടെ കടയിലേക്കും വന്നു. ആ കൊല്ലഡ് കിച്ചടി കഴിച്ചതുകൊണ്ട് അവരുടെ വയറിലെ പ്രശ്നമെല്ലാം ശരിയാകുന്നെന്ന് ജനങ്ങൾ എല്ലാവരും അത് മനസ്സിലാക്കിയതും അവർ പ്രണീതിന്റെ കടയിലേക്ക് കൊല്ലഡ് കിച്ചടി കഴിക്കാൻ വേണ്ടി വന്നു. എനിക്ക് എന്റെ കുടുംബത്തിന് വേണ്ടി കുള്ളറ്റ് കിച്ചടി തരൂ. ഇത്തവണ കുറച്ചധികം തരണം. അങ്ങനെ നോക്കി നിൽക്കെ തന്നെ പ്രണീതിന്റെയും മുന്നയുടെയും കേതന്റെയും ഈ കൊല്ലഡ് കിച്ചടി കച്ചവടം വളരെ നന്നായി പോയി. അച്ഛനും മകനും പിന്നെ മുന്നയും എല്ലാവരും ചേർന്ന് വളരെ നന്നായി ആ കട മുൻപോട്ട് കൊണ്ടുപോയി. നിങ്ങൾക്ക് ഒരുപാട് നന്ദി, എന്നെയും നിങ്ങളുടെ കടയുടെ ഒരു പാർട്ട്ണർ ആക്കിയതിന്. താങ്കൾ വന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഞങ്ങൾ ബുദ്ധിമുട്ടിലായിരുന്നപ്പോൾ താങ്കൾ ഞങ്ങളെ വന്ന് സഹായിച്ചില്ലേ? ഇത് കണ്ട് ഗോലുവും മംഗളുവും അവരുടെ തലമുടി പറിച്ചെറിയാൻ തുടങ്ങി. ഗോലുവിനെ മോഷണക്കേസിൽ വീണ്ടും പോലീസ് പിടിച്ച് അകത്താക്കി. ശേഷം മംഗളു തന്റെ സ്വീറ്റ് വ്യാപാരം വീണ്ടും മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നാൽ അത് നല്ലതായി മുൻപോട്ട് പോയതേയില്ല.